ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷനിലോ ഒരു ഇൻറ്ററാക്ടിവിറ്റി കൊണ്ടുവന്നാൽ എങ്ങനെയിരിക്കും? ഓക്കെ, സോ ഒരു ഇൻറ്ററാക്ടിവിറ്റിയിലൂടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് കുറച്ചും കൂടി ലൈവ് ആക്കാൻ നമുക്ക് സാധിക്കും. ലൈക്ക് ഒരു അക്കോഡിയൻ, അല്ലെങ്കിൽ ഒരു ടാബ്സ്, അല്ലെങ്കിൽ ഒരു ഫ്ലിപ്പ് ബോക്സ്, അല്ലെങ്കിൽ ഒരു ഇമേജ് ഹോവർ ഇഫക്റ്റ്. ഓക്കെ, സോ ഇതുപോലത്തെ ഇൻറ്ററാക്ടിവിറ്റി നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനിലോ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കുറച്ചും കൂടി ലൈവ് ആയിരിക്കും. ഓക്കെ, സോ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എലമെന്ററിന്റെ ഫ്രീ ആഡ് ഓൺസ്, ഫ്രീ തേർഡ് പാർട്ടി പ്ലഗിൻസ് എങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷനിലും ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എലമെന്ററിൻ്റെ ഫ്രീ തേർഡ് പാർട്ടി പ്ലഗിനായ എസെൻഷ്യൽ ആഡ് ഓൺസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ എസെൻഷ്യൽ ആഡ് ഓൺസ് യൂസ് ചെയ്ത് നമ്മുടെ വെബ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ വെബ് ഡിസൈനിങ്ങിലോ നമുക്ക് ആവശ്യമായ എലമെൻറ്റ്സുകൾ നമുക്ക് ലഭ്യമായിരിക്കും. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് എസെൻഷ്യൽ ആഡ് ഓൺസ് എന്ന പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പ്ലഗിൻസിൽ വരാം, ആഡ് പ്ലഗിൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ എന്ത് വേണം? നമുക്ക് എസെൻഷ്യൽ എന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം എസെൻഷ്യൽ ആഡ് ഓൺസ് ഫോർ എലമെന്റർ. ഇത് നമുക്ക് ഇൻസ്റ്റാൾ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ പ്ലഗിൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഇതിൽ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ മെനുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട് എസെൻഷ്യൽ ആഡ് ഓൺസ്. നമുക്ക് എസെൻഷ്യൽ ആഡ് ഓൺസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എസെൻഷ്യൽ ആഡ് ഓൺസിൻ്റെ ഒരു ഹോം പേജ് നമുക്ക് വരും. ഇവിടെ തൊട്ട് താഴെ നമുക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാം കുറച്ച് കണ്ടൻറ് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, തൊട്ട് താഴെ നമുക്ക് ഡൈനാമിക് കണ്ടൻറ് എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒത്തിരി എലമെൻറ്റ്സ് നമുക്കിവിടെ കാണാം. ഇതിൽ നമുക്ക് പെയ്ഡും അതുപോലെ തന്നെ നോൺ പെയ്ഡും ഉണ്ട്. നമുക്ക് ഈ ഒരു സിമ്പലൊക്കെ വെച്ച്, ഈ ക്രൗണ്ട് സിമ്പലൊക്കെ വെച്ചിരിക്കുന്നത് പെയ്ഡാണ്, ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോൺ പെയ്ഡാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒത്തിരി എലമെൻറ്റ്സുകൾ നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് എന്ത് വേണം? ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ക്രിയേറ്റീവ് ബട്ടൺ ഉണ്ട്, ഫ്ലിപ്പ് ബോക്സ് ഉണ്ട്, ടൂൾ ടിപ്പ് ഉണ്ട്, ഇൻഫോ ബോക്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെ നമ്മുടെ വർക്കിലേക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ നമ്മളൊരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പുതിയൊരു പേജിലേക്ക് നമുക്ക് ഒരു കണ്ടെയ്നർ ആഡ് ചെയ്യണം. അപ്പോൾ ന്യൂ കണ്ടെയ്നർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ഫ്ലക്സ് ബോക്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് കണ്ടെയ്നർ ഞാൻ അഡ്വാൻസിൽ പോയിട്ട് എനിക്ക് ഇതിന് ഒരു പാഡിങ് വേണം. അപ്പോൾ ഞാൻ 100 പിക്സൽ പാഡിങ് ടോപ്പ് കൊടുത്തു. അതുപോലെ തന്നെ ബോട്ടം ഞാൻ 100 പിക്സൽ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്ലഗിൻസൊക്കെ നമുക്കിതിലേക്ക് നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെ ഇത് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കണം. അതിന് വീണ്ടും ഞാൻ ആഡ് എലമെൻറ്റിലേക്ക് വരും. ഓക്കെ, ഈ ആഡ് എലമെൻറ്റിലേക്ക് നമുക്ക് തൊട്ട് താഴേക്ക് നമുക്ക് സ്ക്രോൾ ചെയ്യാം. തൊട്ട് താഴെ നമുക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം എസെൻഷ്യൽ ആഡ് ഓൺസ് എന്ന് പറഞ്ഞ പ്ലഗിൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് അക്കോഡിയൻ, അഡ്വാൻസ്ഡ് ടാബ്, അഡ്വാൻസ്ഡ് ഡാറ്റ ടേബിൾ, അങ്ങനെ ഒത്തിരി ഫ്രീ ആയിട്ടുള്ള പ്ലഗിൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് കുറച്ച് പ്ലഗിൻസ് നമുക്ക് ഇവിടെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ അതിന് ഫസ്റ്റ് ഞാൻ നമ്മുടെ അഡ്വാൻസ്ഡ് അക്കോഡിയൻ എന്ന പ്ലഗിൻ ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടു. അഡ്വാൻസ്ഡ് അക്കോഡിയൻ സെലക്ട് ചെയ്യാം. നമുക്കിത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അഡ്വാൻസ്ഡ് അക്കോഡിയൻ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറുതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കണ്ടെയ്നർ സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടെയ്നർ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ലേഔട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മുടെ അഡ്വാൻസ്ഡ് അക്കോഡിയൻ ടാബ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ അക്കോഡിയൻ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറൽ സെറ്റിങ്സ് കാണാം. ഇവിടെ അക്കോഡിയൻ ടൈപ്പ് അക്കോഡിയൻ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടോഗിൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇവിടെ എനേബിൾ ടോഗിൾ ഐക്കൺ. ഇവിടെ നമുക്ക് ടോഗിൾ ഐക്കൺ വേണമെങ്കിൽ നമുക്കിവിടെ ഇതാണ് ടോഗിൾ ഐക്കൺ, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. കണ്ടു, ഇവിടുത്തെ ടോഗിൾ ഐക്കൺ നമുക്ക് കൊടുത്ത് പോകും. നമ്മുടെ ഏരോ ഐക്കൺ, നമ്മുടെ ഒരു ഏരോ ഐക്കൺ ഇവിടെ പോയി. നമുക്ക് പക്ഷേ ടോഗിൾ ഐക്കൺ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ടോഗിൾ ഐക്കൺ യെസ് കൊടുക്കാം.
ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഐക്കൺ പൊസിഷൻ, ഈ ഐക്കൺ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഐക്കൺ ലൈബ്രറി പോവാം. ഇവിടെ നമുക്ക് ഐക്കൺ ലൈബ്രറിയിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആരോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സപ്പോസ് ഈ ഒരു ആരോ തന്നെ നമുക്ക് മതി. ഞാനത് ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് തൊട്ട് താഴേക്ക് കണ്ടന്റ് സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ കണ്ടന്റ് സെറ്റിങ്സിൽ നമുക്ക് 3 ടാബാണ് ഇവിടെ നമുക്കുള്ളത്. ഇനി നമുക്ക് 4മതൊരു ടാബ് വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ഐറ്റം കൊടുക്കാം. ഇവിടെ ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 4മത്തെ ഒരു ടാബ് വരും. ഈ 4മത്തെ ടാബ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്ത് വേണം, അത് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ 4മത്തെ ടാബ് സെലക്ട് ചെയ്ത് ഇവിടെ റിമൂവ് ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിലേക്കൊക്കെ ഒന്ന് വരാം. ഇനി നമുക്ക് സ്റ്റൈലിന് മുന്നേ നമുക്ക് ഫസ്റ്റ് അക്കോർഡിയൻ ടാബ് ടൈറ്റിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ അക്കോർഡിയൻ ടാബ് ടൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് വേണം, ഈ ഫസ്റ്റ് ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടാബ് നമുക്ക് ഓപ്പൺ ആയിരിക്കണം. അപ്പം നമുക്കിവിടെ ആക്റ്റീവ് ആസ് ഡിഫോൾട്ടിന് നമുക്കിവിടെ യെസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാബ് നമുക്ക് ഓപ്പൺ ആയി കൊടുക്കും. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഫസ്റ്റ് ടാബ് നമുക്ക് ഓപ്പൺ ആയി കൊടുക്കും. ഇനി നമുക്ക് അക്കോർഡിൻ്റെ ടൈറ്റിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇവിടെ നമുക്ക് അക്കോർഡിൻ്റെ ടൈറ്റിൽ കൊടുക്കാം. ഞാനിവിടെ വെബ് ഡിസൈൻ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് സെക്കൻഡ് സെലക്ട് ചെയ്ത് വേണം, നമുക്ക് തൊട്ട് താഴേക്ക് വരാം. സെക്കൻഡ് അക്കോർഡിയൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ സെക്കൻഡിൻ്റെ ടൈറ്റിൽ ഇവിടെ ഉണ്ട്. ഞാനത് UI ഡിസൈൻ കൊടുത്തു. UI ഡിസൈൻ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ടൈറ്റിൽ വരാം. തേർഡ് ടൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് തേർഡ് ടൈറ്റിലിൻ്റെ പേര് കൊടുക്കാം. ബ്രാൻഡിങ് ലോഗോ ഡിസൈൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തൊട്ട് മുകളിലേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് ടാബിൾ ഇവിടെ ടാബ് ഐക്കൺ ഉണ്ട്. നമുക്ക് ടാബ് ഐക്കൺ വേണമെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കത് നോ കൊടുക്കണമെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ടാബ് ഐക്കൺ കളഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് സെലക്ട് ചെയ്യാം. ഒരു ടാബ് ഐക്കൺ നമുക്കിവിടെ വേണ്ട. ഇതാണ് നമുക്ക് കുറച്ചുകൂടി നീറ്റ്. അപ്പോൾ 3മത്തെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ടാബ് ഐക്കൺ നമുക്ക് റിമൂവ് ചെയ്താം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് നീറ്റായിട്ടുള്ളൊരു ഡിസൈൻ. ഇനി നമുക്ക് എന്ത് വേണം, ഇതിനെ നമുക്ക് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റൈലിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടാബ് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ടാബ് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ടൈപ്പോഗ്രഫി ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പോഗ്രഫി നമുക്കിവിടെ കൊടുക്കാം. ഇവിടെ ഫോൺ ഫാമിലി ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ പോപ്പിൻസ് ഫോൺ ഫാമിലി സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ ഫോൺ ഫാമിലി ചേഞ്ച് ചെയ്യാം. ഫോൺ സൈസ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഫോൺ വെയിറ്റ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ നോർമൽ ഇതിൻ്റെ ഹോവർ ഇഫക്റ്റ്, നമ്മളിപ്പോൾ ഇത് ഹോവർ ഇഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആക്റ്റീവ് ഇഫക്റ്റ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഹോവർ ഇഫക്റ്റ് ഒക്കെ നോക്കാം. നോർമൽ ഇഫക്റ്റ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കളർ നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ നമുക്ക് കൊടുക്കാം. ഞാൻ ഈ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു ലൈറ്റായിട്ടൊരു റെഡ് കളർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഹോവർ ചെയ്യുമ്പോൾ ഒരു കളർ, ഈ ഹോവർ ചെയ്യുമ്പോൾ ഒരു കളർ നമുക്ക് നോക്കാം. ഹോവർ കളർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് സെലക്ട് ചെയ്യുക. ഈ ഒരു കളർ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്കിവിടെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു ഡാർക്കായിട്ടുള്ള റെഡ് കളർ നമുക്ക് കൊടുക്കാം. ഒരു ഡാർക്കായിട്ടുള്ള റെഡ് കളർ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫയൽ, നമ്മുടെ ഈ പേജ് ഒന്ന് പബ്ലിഷ് ചെയ്യാം. നമ്മുടെ പേജ് ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്റ്റീവായി നിൽക്കുമ്പോൾ ഈ ഒരു കളറും അതുപോലെ തന്നെ നോർമൽ ഗതിയിൽ ഈ ഒരു കളറും നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ വേറൊരു കളറും നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫസ്റ്റ് അക്കോർഡിയൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് അക്കോർഡിയൻ നമുക്ക് ഓപ്പണായി നിൽക്കുന്നതും കാണാം. ഓക്കെ, സോ നമുക്ക് അടുത്ത പ്ലഗിൻ ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി വീണ്ടും നമുക്ക് പ്ലഗിൻ പേജിലേക്ക് വരാം. ഈ ആഡ് എലമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ അതിന് മുന്നായിട്ട് ഞാൻ ഈ ഒരു കണ്ടെയ്നർ കോപ്പി ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കണ്ടെയ്നർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് ഈ കണ്ടെയ്നറിന് ഈ ഒരു കണ്ടൻറ്റ് എനിക്ക് വേണ്ട. ഞാൻ അടുത്തൊരു പ്ലഗിൻ നമുക്കിത് ഇൻസെർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സംഭവം ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ആഡ് എലമെൻറ്റിലേക്ക് വരാം. വീണ്ടും നമുക്ക് നമ്മുടെ എസെൻഷ്യൽ ആഡ് ഓൺസ് നമുക്ക് നോക്കാം.
ഓക്കെ, ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഉള്ളത് അഡ്വാൻസ്ഡ് ടാബാണ്. എന്താണ് അഡ്വാൻസ്ഡ് ടാബ് എന്ന് നോക്കാം. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ടാബ് സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ കണ്ടെയ്നറിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു ടാബ് വന്നിട്ടുണ്ട്. അഡ്വാൻസ്ഡിലെ ടാബ് സിസ്റ്റം വന്നിട്ടുണ്ട്. ടാബ് ടൈറ്റിലുണ്ട്, ടാബ് ഐക്കണുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ലേഔട്ട് നമുക്ക് നോക്കാം. ഇവിടെ ലേഔട്ട് ഇത് ഹൊറിസോണ്ടൽ ലേഔട്ടാണ്. നമുക്കത് ചേഞ്ച് ചെയ്യാം. നമുക്കത് വെർട്ടിക്കൽ വേണമെങ്കിൽ വെർട്ടിക്കൽ സെലക്ട് ചെയ്യാം. നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്കത് ഹൊറിസോണ്ടൽ വേണോ അല്ലെങ്കിൽ വെർട്ടിക്കൽ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഞാനിത് ഹൊറിസോണ്ടൽ തന്നെ ഇടുന്നു. ഇനി നമുക്ക് ഐക്കൺ വേണമെങ്കിൽ നമുക്കിത് ഐക്കൺ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഐക്കൺ വീണ്ടും റീസെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഐക്കണിൻ്റെ പൊസിഷൻ ഇത് നേരെ വരണോ അത് ഇതിൻ്റെ മുകളിൽ വരണോ സ്റ്റാക്ക്ഡ് വരണോ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്റ്റാക്ക്ഡ് വേണമെങ്കിൽ ഐക്കൺ നമ്മുടെ ടാബ് ടൈറ്റിലിൻ്റെ മുകളിലോട്ട് വരും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കത് മുകളിൽ വേണ്ട, എനിക്കത് സ്റ്റാക്ക്ഡ് വേണ്ട, എനിക്ക് ഇൻലൈൻ തന്നെ മതി. അപ്പോൾ ഞാൻ ഇൻലൈൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ പബ്ലിഷ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റിലേക്ക് വരാം. തൊട്ട് താഴെ ഇവിടെ കണ്ടൻറ് ഉണ്ട്. കണ്ടൻറ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടാബ് ടൈറ്റിൽ 1, ടാബ് ടൈറ്റിൽ 2, ടാബ് ടൈറ്റിൽ 3. നമ്മൾ ഈ അക്കോർഡിയൻ സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ ആഡ് ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ടാബ് വരും. അതുപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് റിമൂവ് വരും. ഓക്കെ, ജസ്റ്റ് ആഡ് ഞാൻ കാണിച്ചു തരാം. പുതിയൊരു നാലാമത്തെ ഒരു ടാബ് ടൈറ്റിൽ വന്നു. എനിക്ക് നാലാമത്തെ ടാബ് ടൈറ്റിൽ വേണ്ട, ഞാനിവിടെ ജസ്റ്റ് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം, നമുക്ക് സ്റ്റൈലിലേക്ക് വരാം. സ്റ്റൈലിൽ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ടാബ് ടൈറ്റിൽ സെലക്ട് ചെയ്യാം. ഈ ടാബ് ടൈറ്റിലിൻ്റെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ടാബ് ടൈറ്റിൽ നമുക്ക് ഐക്കൺ നേരത്തെ പറഞ്ഞ പോലെ ടൈപ്പോഗ്രഫി ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ ഡിഫോൾട്ട് നമുക്കിവിടെ ഏരിയയിൽ വേണമെങ്കിൽ ഏരിയയിൽ കൊടുക്കാം. നമ്മുടെ ടാബ് ടൈറ്റിലിൻ്റെ ഫോണ്ടിൻ്റെ ഫാമിലി ഇവിടെ ഫോണ്ട് സൈസ് കൊടുക്കാം, ഫോണ്ട് വെയിറ്റ് കൊടുക്കാം, ലൈൻ ഹൈറ്റ് കൊടുക്കാം. അതുപോലെ ലെറ്റർ സ്പേസിംഗ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടൻറ്റിലേക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് ടാബ് ടൈറ്റിൽ നമുക്ക് ഇവിടെ നോർമൽ കളർ ഈ ഒരു ഗ്രേ കളറാണ്. ഹോവർ ചെയ്യുമ്പോൾ ഒരു കളറാണ് ഈ ഒരു ബ്ലാക്ക് കളറാണ്. അതുപോലെ തന്നെ ആക്റ്റീവ് വരുന്ന കളറാണ് ഈ ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് നോർമൽ കളർ നമുക്ക് ഈ ഒരു ഗ്രേ കളർ തന്നെ മതി. ഇവിടെ ഹോവർ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഹോവർ കളർ എനിക്കൊരു ലൈറ്റ് ബ്ലൂ കളർ വേണം. ഞാനൊരു ലൈറ്റ് ബ്ലൂ കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, കണ്ടോ, ഹോവർ ചെയ്യുമ്പോൾ ലൈറ്റ് ബ്ലൂ കളർ വന്നു. ഇനി ആക്റ്റീവ് ആകുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ വേണം. അപ്പോൾ ഞാൻ ആക്റ്റീവ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ എനിക്കൊരു ഡാർക്ക് ബ്ലൂ കളർ വേണം. ഡാർക്ക് ബ്ലൂ കളർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാർക്ക് ബ്ലൂ കളറിൻ്റെ ഈ ഒരു കളർ കോഡ് നമുക്ക് കോപ്പി ചെയ്യാം. Ctrl+C പ്രസ് ചെയ്തു. ഓക്കെ, എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ക്യാരറ്റ് എന്ന് പറഞ്ഞ സാധനം ഈ ഒരു ആരോ മാർക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യാരറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഈ ക്യാരറ്റിനും ആ ഒരു കളർ കോഡ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്കത് പബ്ലിഷ് ചെയ്യാം. ഇനി നമ്മുടെ പേജ് ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടൈപ്പിലുള്ള ഒരു ടാബ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ടാബ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, അപ്പോൾ നോർമൽ കളർ നമ്മുടെ ടാബിൻ്റെ ഒരു ഗ്രേ കളറാണ്. നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ കളറും അപ്പോൾ തന്നെ ആക്റ്റീവ് വരുമ്പോൾ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ അഡ്വാൻസ്ഡ് ടാബ് സിസ്റ്റത്തെ കുറിച്ചിട്ട്? ഇനി നമുക്ക് മൂന്നാമതൊരു പ്ലഗിനെ കുറിച്ച് നോക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് പ്ലഗിൻ ട്യൂട്ടോറിയലിലേക്ക് വരാം. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഈ ഒരു കണ്ടെയ്നർ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഈ കണ്ടൻറ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്ക് വീണ്ടും നമുക്ക് എലമെൻറ്റിലേക്ക് വരാം. ആഡ് എലമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആഡ് ഓൺസ് നമുക്ക് നോക്കാം. നമുക്ക് തൊട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒത്തിരി പ്ലഗിൻസ് ഉണ്ട്. അഡ്വാൻസ്ഡ് ഡാറ്റ ടേബിൾ ഉണ്ട്, ബെറ്റർ പേയ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് നെക്സ്റ്റ് ഞാനിവിടെ നമുക്ക് വർക്കിന് ആവശ്യമായിട്ടുള്ളൊരു സംഭവം നമുക്ക് തൊട്ട് താഴേക്ക് വരാം. ഇവിടെ നമുക്ക് ഡ്യുവൽ കളർ ഹെഡിങ് ഉണ്ട്. ഡ്യുവൽ കളർ ഹെഡിങ് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 കളറിലുള്ള ഹെഡിങ്സ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. കണ്ട, ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ. നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് മോഡിലേക്ക് വരാം. എഡിറ്റ് മോഡിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കത് ഇതിൻ്റെ സ്റ്റൈലിലേക്ക് വരാം. ഓക്കെ, ഇവിടെ നമുക്ക് ഡ്യുവൽ ഹെഡിങ്ങിൻ്റെ കളർ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ കളർ ആൻഡ് ടൈപ്പോഗ്രഫി സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ട, ഇവിടെ നമുക്ക് മെയിൻ കളർ ഉണ്ട്, സെക്കൻഡ് കളർ ഉണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ കളർ ഇവിടെ ചേഞ്ച് ചെയ്യാം. എനിക്ക് റെഡ് വേണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക്
അടുത്തൊരു കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കളർ ആൻഡ് ടൈപ്പോഗ്രഫിയിലേക്ക് വന്നാൽ അടുത്ത കളർ നമുക്ക് വേറൊരു കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് പബ്ലിഷ് ചെയ്യാം. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആഡ് ഓൺസ് പ്ലഗിങ് എസെൻഷ്യൽ ആഡ് ഓൺസിൻ്റെ പ്ലഗിങ് ആയ ഡ്യുവൽ കളറായിട്ടുള്ള ഹെഡിങ്ങിൻ്റെ പ്ലഗിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്ത് വേണം, വീണ്ടും നമുക്ക് ഈ ഒരു കണ്ടെയ്നർ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. വീണ്ടും ഞാനിവിടെ ആഡ് എലമെൻറ്റിലേക്ക് വന്നു. നമുക്ക് തൊട്ട് താഴേക്ക് നമുക്കിവിടെ സ്ക്രോൾ ചെയ്ത് കൊടുക്കാം നമ്മുടെ എസെൻഷ്യൽ ആഡ് ഓൺസ്. ഓക്കെ, ഇനി നമുക്കൊന്ന് തൊട്ട് താഴേക്ക് ഒന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഏതാണ് നമുക്ക് നോക്കാം അടുത്തൊരു പ്ലഗിൻ. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഫീച്ചർ ലിസ്റ്റ് ആണ്. ഓക്കെ, ഫീച്ചർ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിൽട്രബിൾ ഗാലറി ഉണ്ട്, ഫ്ലിപ്പ് ബോക്സ് എന്നാണ്. ഈ ഈ പ്ലഗിൻസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫീച്ചർ ലിസ്റ്റ്, നമ്മളൊരു കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫീച്ചർ ലിസ്റ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്കൊരു ഫീച്ചർ ലിസ്റ്റ് കൊടുക്കാം. ഇതെങ്ങനെ വർക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഫീച്ചർ ലിസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഓക്കെ, കണ്ടോ ഫീച്ചർ ലിസ്റ്റ് വന്നു. ഇനി നമുക്ക് 3 ഫീച്ചർ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാലാമതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ആഡ് ഐറ്റം സെലക്ട് ചെയ്താൽ നാലാമതൊരു ഐറ്റം നമുക്ക് ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് ഇതിൻ്റെ സൈസുകളൊക്കെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് സ്റ്റൈലിലേക്ക് വരാം. സ്റ്റൈലിലേക്ക് വന്നിട്ട് നമുക്ക് ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഐക്കൺ സെലക്ട് ചെയ്താൽ നമുക്ക് ഐക്കണിൻ്റെ സൈസ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ തന്നെ ഐക്കണിൻ്റെ സൈസ് ഈ ടോട്ടൽ ഈ സർക്കിളിൻ്റെ സൈസ് കൂട്ടാം. അപ്പോൾ ഐക്കണിൻ്റെ സൈസ് നമുക്ക് കൂട്ടുകയും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്കിവിടെ കണ്ടൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഫീച്ചർ ഐറ്റംസ് ഇതിൻ്റെ ഐക്കൺ നമുക്കിവിടെ ഐക്കൺ ലൈബ്രറി പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇഷ്ടപ്പെട്ടൊരു ഐക്കൺ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇൻസെർട്ട് ചെയ്തു, ഇൻസെർട്ട് കൊടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കൺസൊക്കെ നിങ്ങളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ കണ്ടൻറ്റ് സെലക്ട് ചെയ്യാം. കണ്ടൻറ്റിലെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടൈപ്പോഗ്രഫി സെലക്ട് ചെയ്യുക. ടൈപ്പോഗ്രഫിയുടെ ഫോൺ ഫാമിലി സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോൺ സൈസ് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോൺ വെയിറ്റും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിത് പബ്ലിഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ട്യൂട്ടോറിയൽ പേജ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൊട്ട് താഴെ നമ്മുടെ ഫീച്ചേർഡ് ഐറ്റംസ് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇപ്പോൾ നമ്മൾ എത്ര പ്ലഗിൻസ് നമ്മളിവിടെ നോക്കി, ഒന്ന് അക്കോർഡിയൻ നോക്കി, ടാബ് നോക്കി, ഡ്യുവൽ ഹെഡിങ് കളർ നോക്കി, അതുപോലെ തന്നെ ഫീച്ചർ ലിസ്റ്റ് നോക്കി. നെക്സ്റ്റ് നമുക്ക് ഫ്ലിപ്പ് ബോക്സ് എന്ന് പറഞ്ഞൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു പ്ലഗിൻ നമുക്ക് നോക്കാം. അതിന് വീണ്ടും ഞാൻ നമ്മുടെ പ്ലഗിൻ ട്യൂട്ടോറിയലിലേക്ക് വന്നു. ഈ ഒരു കണ്ടെയ്നർ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ കണ്ടൻറ്റ് റിമൂവ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എന്ത് വേണം, നമുക്കൊരു ഫ്ലിപ്പ് ബോക്സ് എന്ന് പറയുന്നത് നമ്മളൊരു 3 കോളം നമുക്ക് ഉണ്ടാക്കണം. ആ 3 കോളത്തിൽ ഫ്ലിപ്പ് ബോക്സ് ഇട്ടാൽ മാത്രമേ കാണാൻ നമുക്കൊരു പ്രൊഫഷണൽ രീതിയിലുള്ളൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വീണ്ടും ഞാനിവിടെ ആഡ് എലമെൻറ്റിലേക്ക് വന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കണ്ടെയ്നർ ഞാൻ ആഡ് ചെയ്തു. നമ്മുടെ പാരൻറ്റ് കണ്ടെയ്നറിലേക്ക് ഞാൻ വീണ്ടും ഒരു ചൈൽഡ് കണ്ടെയ്നർ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഈ ചൈൽഡ് കണ്ടെയ്നറെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇനി ഞാൻ പാരൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ ഞാൻ മാറ്റി. സോ ഫ്ലെക്സ് ബോക്സ് കണ്ടെയ്നറിനെ കുറിച്ചൊരു ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഫ്ലെക്സ് ബോക്സ് കണ്ടെയ്നറിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു കണ്ടെയ്നർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ നേരെ ആഡ് എലമെൻറ്റിലേക്ക് പോയി. ഇനി നമുക്ക് എസെൻഷ്യൽ ആഡ് ഓൺസ് ഇവിടെ നോക്കണം. ഓക്കെ, ഈ എസെൻഷ്യൽ ആഡ് ഓൺസിൽ ഞാൻ ഫ്ലിപ്പ് ബോക്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഫ്ലിപ്പ് ബോക്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഇൻസെർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം, അവിടെ ജസ്റ്റ് ഹോവർ ചെയ്യുമ്പോൾ കാണാം ഇത് ഫ്ലിപ്പ് ചെയ്യണത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഫ്ലിപ്പ് ബോക്സിൻ്റെ സൈസ് നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ മാറ്റാം. ഫ്ലിപ്പ് ടു റൈറ്റ്, ഫ്ലിപ്പ് ടു ടോപ്പ്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു ഫ്ലിപ്പ് ടു ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്ലിപ്പ് ടു ലെഫ്റ്റ് കൊടുക്കാം. ക്ലിയർ ആയില്ലേ? ഇനി എന്ത് വേണം, നമുക്ക് ഇവിടെ ഇതിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ഫ്ലിപ്പ് ബോക്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം, നമ്മുടെ ടൈറ്റിൽ ചേഞ്ച് ചെയ്യാം, അതുപോലെ തന്നെ ഐക്കണൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടൻറ്റിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ കണ്ടൻറ്റിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് സൈഡ് ഉണ്ട്, ബാക്ക് സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ ഫ്രണ്ടിൽ ടൈറ്റിൽ ഇട്ട് കൊടുത്തു, വെബ് ഡിസൈൻ എന്ന് കൊടുത്തു. വെബ് ഡിസൈൻ കൊടുത്തു. ഈ സെയിം സംഭവം തന്നെ ഞാൻ
Ctrl+C പ്രസ് ചെയ്ത് ബാക്കിൽ നമുക്ക് വേണം. അപ്പോൾ ഞാൻ ബാക്കും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ വീണ്ടും ബാക്ക് ടൈറ്റിൽ കൊടുത്തു, വെബ് ഡിസൈൻ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് വീണ്ടും സെലക്ട് ചെയ്യാം. എനിക്ക് ഇതിൻ്റെ ഐക്കൺ ലൈബ്രറി ഐക്കൺ മാറ്റണം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു ഐക്കൺ സെലക്ട് ചെയ്യാം. ഞാൻ ഈ ഒരു സ്പേസിൻ്റെ സെലക്ട് ചെയ്ത് കൊടുത്തു, ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്കും വരാം. ബാക്കിലേക്ക് വന്നിട്ട് വീണ്ടും നമുക്ക് ഐക്കൺ ലൈബ്രറി പോവാം. നമുക്ക് സ്പേസിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്യാം, ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൂട്ടാട്ടോ. ഇവിടെ നമുക്ക് കണ്ടൻറ്റിലൂടെ സെറ്റിങ്സിൽ ഇതിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് കൂട്ടാം. എനിക്കൊരു 350 പിക്സൽ വേണം. ഞാൻ 350, നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാം. ഈ ഒരു കളേഴ്സ് നമുക്ക് സ്റ്റൈലിലേക്ക് വരാം. സ്റ്റൈലിൽ വന്നിട്ട് എന്ത് വേണം? സ്റ്റൈലിൽ വന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് കളർ ഇതാണ്. നമുക്ക് ഈ ഫസ്റ്റ് കളർ നമുക്കിത് ചേഞ്ച് ചെയ്യണം. ഞാനിതൊരു ലൈറ്റായിട്ടുള്ളൊരു ബ്ലൂ കളർ എനിക്ക് വേണം. ലൈറ്റ് ബ്ലൂ കളർ ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ബാക്ക് സൈഡ് എന്ത് വേണം? ബാക്ക് സൈഡ് എനിക്ക് വേറൊരു കളർ വേണം. അപ്പോൾ നമ്മുടെ ഫ്ലിപ്പ് ബോക്സിൻ്റെ ബാക്ക് കളർ നമുക്കിവിടെ നോക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറ് ഫ്രണ്ട് കളർ നമ്മൾ ഈ ഒരു കളറിലേക്ക് നമുക്ക് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കളറിലെ ഒരു ഡാർക്ക് ബ്ലൂ കളറിലേക്ക് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് കളറും ബാക്ക് കളറും നമ്മുടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട് കളർ ഒരു ഡാർക്കും ബാക്ക് കളർ ഒരു ലൈറ്റ് കളറും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമുക്കിവിടെ ഇമേജ് വേണമെങ്കിൽ ഇമേജ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ടൈപ്പിൽ നമുക്ക് ഇമേജ് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ചൂസ് ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമേജ് ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. വൺസ് ടൈം വീണ്ടും ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു കണ്ടെയ്നർ ഞാനത് റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഫ്ലിപ്പ് ബോക്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാനത് പബ്ലിഷ് ചെയ്തു. പ്ലഗിൻ ട്യൂട്ടോറിയലിലേക്ക് വരാം. നമുക്ക് നമ്മുടെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പ്രൊഫഷണൽ രീതിയിലുള്ളൊരു ഫ്ലിപ്പ് ബോക്സ് നമുക്കിവിടെ കിട്ടി. ജസ്റ്റ് ഹോവർ ചെയ്യും. ഓക്കെ, ഇവിടെ അമേസിംഗ് ആയിട്ടുള്ളൊരു ഫ്ലിപ്പ് ബോക്സ് ആണ് നമ്മുടെ എലമെൻറ്ററിൻ്റെ എസെൻഷ്യൽ ആഡ് ഓൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ഈ എസെൻഷ്യൽ ആഡ് ഓൺസിൻ്റെ പ്ലഗിൻ പാർട്ട് 1ൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു? ഫസ്റ്റ് നമ്മളൊരു ഒരു അഡ്വാൻസ്ഡ് അക്കോർഡിയൻ ടാബ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. സെക്കൻഡ് അഡ്വാൻസ്ഡ് ടാബ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഡ്യുവൽ ഹെഡിങ് ആയിട്ടുള്ള ഒരു പ്ലഗിൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഫീച്ചർ ലിസ്റ്റ് നമ്മൾ നോക്കി. ലാസ്റ്റ് നമ്മൾ നോക്കിയത് ഒരു ഫ്ലിപ്പ് ബോക്സിൻ്റെ ഒരു ആനിമേഷനാണ്. ഓക്കെ, ഒരു ഫ്ലിപ്പ് ബോക്സിൻ്റെ പ്ലഗിനാണ് നമ്മൾ ലാസ്റ്റ് നോക്കിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ നമ്മുടെ പാർട്ട് 1 ഇവിടെ ഈ പാർട്ട് 1 ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് എസെൻഷ്യൽ ആഡ് ഓൺസിൻ്റെ പാർട്ട് 2 പ്ലഗിൻ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എലമെന്റർ ആഡ് ഓൺ പ്ലഗിൻസിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടി പ്ലഗിൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ട്യൂട്ടോറിയൽ വരാം. ഓക്കെ, സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ.